നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 30ാമത്തെ കഥ, രാജാവിൻ്റെ വിഷമപ്രശ്നം. വേതാളം വീണ്ടും കഥ പറയാൻ തുടങ്ങി. അല്ലയോ രാജാവേ, പണ്ട് രാധാപുരി എന്ന ദേശത്ത് ധനപതി എന്നൊരു വ്യാപാരി സ്വപുത്രിയായ കാന്താമണിയോടൊന്നിച്ച് പാർത്തിരുന്നു. കാന്താമണിയെ ബാല്യത്തിൽ തന്നെ അവളുടെ പിതാവ് മാണിക്യം എന്നൊരു വ്യാപാരിക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം മാണിക്യം മോഹിനി എന്നൊരു പുത്രിയുടെ പിതാവായിത്തീരുകയും ചെയ്തു. മോഹിനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവളുടെ പിതാവായ മാണിക്യം നിര്യാതനായി. ആ തക്കം നോക്കി അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ബന്ധുജനങ്ങൾ അപഹരിച്ചെടുത്തു. ഗത്യന്തരമില്ലാതെ കാന്താമണി ഒരു രാത്രിയിൽ തൻ്റെ ഏകപുത്രിയെയും കൂട്ടിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ ഭവനം തന്നെ അഭയം പ്രാപിക്കാമെന്ന് കരുതി ഭർതൃഗൃഹം വിട്ടിറങ്ങി. കുറേയേറെ ദൂരം കൂരിരുളിൽ സഞ്ചരിച്ച് അവർ ശ്മശാനഭൂവിലെത്തിയപ്പോഴാണ് തങ്ങൾക്ക് വഴിതെറ്റിപ്പോയ വിവരം അവരറിഞ്ഞത്. എന്തു വന്നാലും മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് നിശ്ചയിച്ച് കാന്താമണി മകളെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ ഒരു കള്ളൻ ചുടലക്കളത്തിൻ്റെ മധ്യത്തിലിരുന്ന് സ്വന്തം ശരീരത്തിൽ തീവച്ച് പൊള്ളിക്കുന്ന ബീഭത്സമായ കാഴ്ചയാണ് അവൾ കണ്ടത്. അവൾ കൊടിയ ഭീതിയോടുകൂടി വിനയപൂർവ്വം ചോദിച്ചു, അങ്ങ് ആരാണ്? എന്തിനാണിങ്ങനെ ശരീരത്തിൽ തീവച്ച് പൊള്ളിക്കുന്നത്? ഹഹഹ. കള്ളൻ പൈശാചികമാം വിധം പൊട്ടിച്ചിരിച്ചു. ഞാൻ 3 രാത്രികളായി ഇങ്ങനെ ശരീരമാസകലം തീവച്ച് പൊള്ളിച്ച് ജീവത്യാഗം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ജീവൻ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. അത്രയ്ക്ക് കഠോരമായ യാതന നടത്തി എന്തിന് ജീവൻ ആഹൂതി ചെയ്യണം? അങ്ങ് ഇനിയും വളരെ വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ടതല്ലേ? അവൻ പ്രതിവചിച്ചു. ഞാൻ ഇനിയും ജീവിച്ചിരിക്കണമത്രേ. ആർക്ക് വേണ്ടി? ഞാൻ ഇനിയും അവിവാഹിതനാണ്. ഭവതിയുടെ പുത്രിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്ന പക്ഷം ഞാൻ 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ഭവതിക്ക് നൽകുന്നതാണ്. എന്തു പറയുന്നു? ആ വമ്പിച്ച സംഖ്യയെപ്പറ്റിയുള്ള വാഗ്ദാനം കേട്ട് മതിമറന്ന കാന്താമണി സ്വപുത്രിയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. പക്ഷെ അവൾ തുടർന്നു, എൻ്റെ മകൾക്ക് ഒരു പുത്രനുണ്ടായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുക തുലവും സ്വാഭാവികമാണല്ലോ. അതെങ്ങനെയാണ് സാധിക്കുക? ഓ, അത് സാരമില്ല, കള്ളൻ ഒരു നിസ്സാരതാ മനോഭാവത്തോടുകൂടി പറഞ്ഞു. ഭവതിയുടെ മകൾക്ക് വിവാഹപ്രായമാകുമ്പോൾ അവൾ തന്നെ തനിക്കിഷ്ടപ്പെട്ട ഒരു യുവാവിനെ തിരഞ്ഞെടുക്കട്ടെ. അവന് 500 1000 സ്വർണ്ണ നാണയങ്ങൾ പ്രതിഫലമായി നൽകി അവനെ അവളോടുകൂടി താമസിപ്പിക്കണം. കാലാന്തരത്തിൽ അവൾക്കൊരു മകൻ ജനിക്കും, അത്ര തന്നെ. കാന്താമണി കള്ളൻ്റെ നിർദ്ദേശം പൂർണ്ണമായി സ്വീകരിച്ച് തൻ്റെ മകളെ വിധിപ്രകാരം ആ തസ്കര പ്രമാണിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം അവൻ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാ അവിടെ ഒരു വലിയ പാഴ്ക്കിണറ്റിൻ്റെ സമീപം ഒരു വടവൃക്ഷമുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അവിടെ ചെന്ന് അത് കുഴിച്ചെടുത്തുകൊള്ളുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഉടൻ അവൻ പിടഞ്ഞു വീണു മരിച്ചു. തസ്കരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ദിശയെ ലക്ഷ്യമാക്കി നടന്ന് കാന്താമണി അവിടെ എത്തി. അവിടെ നിന്ന് ഏതാനും സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചെടുത്തുകൊണ്ട് പിതൃഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. സംഭവങ്ങളെല്ലാം അവരെ ധരിപ്പിച്ച ശേഷം കാന്താമണി അവരെയും തൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അനന്തരം തസ്കരനിൽ നിന്ന് കിട്ടിയ ബാക്കി ധനം ഉപയോഗിച്ച് അവൾ ഒരു വലിയ ബംഗ്ലാവ് പണിയിച്ച് അതിൽ സ്വപുത്രിയോടൊന്നിച്ച് താമസമാക്കി. കുറേ കാലം കടന്നുപോയി. ഇതിനകം കാന്താമണിയുടെ പുത്രിയായ മോഹിനി യൗവനദശയെ പ്രാപിച്ചു. ഒരു ദിവസം അവൾ ഒരു സഖിയോടൊന്നിച്ച് വീടിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കവേ അവളുടെ കണ്ണുകൾ അതുവഴി കടന്നുപോയ ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ മേൽ പതിയുവാനിടയായി. അതികോമളനായ ആ യുവാവിനെ കണ്ട ഉടൻ അവൾ അയാളിൽ അനുരക്തയായി ഭവിച്ചു. അവൾ തൽക്ഷണം സഖിയെ അരികിൽ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, സഖി, ഞാനതാ ആ കോമള യുവാവിനെ കണ്ട് പ്രേമ പരവശയായിരിക്കുന്നു. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുകയില്ലേ? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ സമീപം എത്തിക്കുക. അതിൻ പ്രകാരം സഖി പ്രസ്തുത യുവാവിനെ നയോപചാരിതയോടുകൂടി വശീകരിച്ച് കാന്താമണിയുടെ സവിധത്തിലെത്തിച്ചു. അവൾ യുവാവിനോട് ചോദിച്ചു,
അല്ലയോ മനോഹരനായ യുവാവേ, എൻ്റെ മകൾ നവയൗവനാരൂഢയായിരിക്കുകയാണ്. അങ്ങ് അവൾക്കൊരു പുത്രനെ പ്രദാനം ചെയ്യുന്ന പക്ഷം ഞാൻ പ്രതിഫലമായി 1000 സ്വർണ്ണനാണയങ്ങൾ തരുന്നുണ്ട്. ബ്രാഹ്മണ യുവാവ് സസന്തോഷം പ്രസ്തുത നിർദ്ദേശത്തിന് വഴിപ്പെട്ടു. അതനുസരിച്ച് ഉടൻ തന്നെ അയാളും മോഹിനിയും തമ്മിലുള്ള വിവാഹം നടത്തുകയും ചെയ്തു. രാത്രിയുടെ പ്രഥമയാമം അയാൾ കാന്താമണിയുമായി പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ച് കഴിച്ചുകൂട്ടി. അനന്തരം അയാൾ മോഹിനിയുടെ മണിയറയിലേക്ക് പ്രവേശിച്ചു. ഒരു രാജകൊട്ടാരത്തിലെ മണിയറയിലെന്ന പോലെ വേണ്ടത്തക്ക സകല സുഖഭോഗ സാമഗ്രികളും അവിടെ സംഭരിച്ചിരുന്നു. ഒരു അപ്സരസിനെ പോലെ സർവാലങ്കാര വിഭൂഷിതയായി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നവവധുവുമായി അയാൾ യഥേഷ്ടം പ്രേമലീലകളാടി വിഹരിച്ചു. അടുത്ത പ്രഭാതത്തിൽ ബ്രാഹ്മണ യുവാവ് പ്രേയസിയോട് യാത്ര പറഞ്ഞ് സ്വഭവനത്തിലേക്ക് മടങ്ങി. യഥാകാലം മോഹിനി ഓമനത്വം തുളുമ്പുന്ന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. 6 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 6-ാം ദിവസം രാത്രി ഗാഠനിദ്രയിൽ ലയിച്ചിരുന്ന മോഹിനിയുടെ മുമ്പിൽ ഭയങ്കര രൂപിയായ ഒരു സത്വം പ്രത്യക്ഷപ്പെട്ടു. ജടാവൽക്കലങ്ങളും അസ്ഥിമാലയും ത്രിശൂലവും മറ്റും ധരിച്ച ഒരു ബീഭത്സ രൂപമായിരുന്നു അത്. പ്രസ്തുത രൂപം മോഹിനിയുടെ സമീപമണഞ്ഞ് ഇപ്രകാരം പറഞ്ഞു: നാളെ അർദ്ധരാത്രിയിൽ ഒരു വലിയ കൊട്ടയിൽ 1000 സ്വർണ്ണനാണയങ്ങളും നിന്റെ ഓമന ശിശുവിനെയും നമ്മുടെ രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി വച്ചേക്കണം. ഇതിന് ഏതെങ്കിലും അമാന്തം വരുത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. അവൾ കണ്ണു തുറന്ന ഉടൻ ആ ബീഭത്സരൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അടുത്ത പ്രഭാതത്തിൽ അവൾ സകല സംഗതികളും സ്വമാതാവിനെ അറിയിച്ചു. കാന്താമണി കഠിന കഥനക്കടലിൽ ആമഗ്നയായി. പക്ഷേ ഗത്യന്തരമില്ല. മായാരൂപത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാത്ത പക്ഷം തൻ്റെ വംശനാശം തന്നെ വന്നു ചേരുമെന്നവൾക്ക് ഭൂതോദയമുണ്ടായി. അതനുസരിച്ച് 6-ാം ദിവസം അർദ്ധരാത്രി കഴിഞ്ഞ ഉടൻ അവൾ മോഹിനിയുടെ ശിശുവിനെയും 1000 സ്വർണ്ണനാണയങ്ങളും ഒരു കൊട്ടയിലാക്കി കൊട്ടാരവാതിൽക്കൽ കൊണ്ടുപോയി വെച്ചു. അതേസമയം രാജാവ് അതിനേക്കാൾ ഭീഭത്സമായ ആകൃതിയോടുകൂടിയ ഒരു മായാരൂപത്തെ ദർശിക്കുകയുണ്ടായി. 5 ശിരസ്സുകൾ, 10 കരങ്ങൾ, ഓരോ ശിരസിലും ജ്വലിക്കുന്ന 3 കണ്ണുകൾ, കയ്യിലൊരു വെട്ടിത്തിളങ്ങുന്ന ത്രിശൂലം, ഇവയായിരുന്നു അതിൻ്റെ സവിശേഷതകൾ. പ്രസ്തുത രൂപം അർദ്ധരാത്രി കഴിഞ്ഞ വേളയിൽ രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അറിയിച്ചു: അല്ലയോ രാജാവേ, അങ്ങയുടെ കൊട്ടാരവാതിൽക്കൽ ഒരു കൊട്ടയിൽ ഒരു ആൺശിശുവിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഭദ്രമായി എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോരുക. കൊട്ടയിലെ ശിശുവാണ് അങ്ങയുടെ രാജ്യത്തെ ഭാവിയിൽ സംരക്ഷിച്ച് വാഴേണ്ടത്. ഇത്രയും കേട്ട മാത്രയിൽ രാജാവ് കണ്ണു തുറന്നു. അദ്ദേഹം മായാരൂപദർശന കഥ വിശദമായി രാജ്ഞിയെ അറിയിച്ച ശേഷം എഴുന്നേറ്റ് കൊട്ടാരവാതിൽക്കലേക്ക് ചെന്നു. മായാദർശനത്തിൽ അരുളി ചെയ്തിരുന്ന പ്രകാരം തന്നെ ഒരു വലിയ കൊട്ട അതാ കൊട്ടാരവാതിൽക്കൽ ഇരിക്കുന്നു. കൊടിയ വിഭ്രാന്തിയോടുകൂടി അദ്ദേഹം അതിൻ്റെ മൂടിയെടുത്തു മാറ്റി. ഒരു സ്വർണ്ണ പ്രതിമ പോലുള്ള ബാലൻ്റെ രൂപം, അടുത്തായി 1000 സ്വർണ്ണനാണയങ്ങൾ ഉൾക്കൊള്ളുന്ന സഞ്ചിയും. ശിശുവിനെ രാജാവ് തന്നെ താങ്ങിയെടുത്തു. പണസഞ്ചി കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്ത ശേഷം രാജാവ് ശിശുവിനെയും കൊണ്ട് രാജ്ഞിയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. ശിശുവിനെ രാജ്ഞിയുടെ ഉത്സംഗത്തിലിരുത്തി. ഇതിനകം നേരം പ്രഭാതമായി. രാജാവ് ഉടൻ തന്നെ വിദഗ്ധ ജ്യോത്സ്യന്മാരെയും താപസശ്രേഷ്ഠന്മാരെയും കൊട്ടാരത്തിൽ വരുത്തി ഇപ്രകാരം ആജ്ഞാപിച്ചു: ത്രികാലജ്ഞാനികളായ പൂജ്യപുരുഷന്മാരെ, ഈ ശിശുവിനെ നിങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ച് രാജത്വത്തിൻ്റെ എന്തെന്ത് ലക്ഷണങ്ങളാണ് ഇതിൻ്റെ ശരീരത്തിൽ കാണുവാനുള്ളതെന്ന് ദയവായി അറിയിച്ചാലും. ഇതു കേട്ട ഉടൻ സാമുദ്രിക ശാസ്ത്ര പാണ്ഡിത്യത്തിൽ അദ്വിതീയനായി പ്രഖ്യാപിതനായിരുന്ന ഒരു യതിവര്യൻ ശിശുവിൻ്റെ ശരീരം മുഴുവൻ ഒരു പരിശോധന നടത്തിയ ശേഷം മുമ്പോട്ട് വന്നു പറഞ്ഞു: പ്രഭോ, ഈ ശിശുവിൻ്റെ ശരീരത്തിൽ സവിശേഷമായ 3 അടയാളങ്ങൾ വ്യക്തമായും നിരാക്ഷേപമായും കാണുവാനുണ്ട്. അസാധാരണമാംവിധം വിരിഞ്ഞു വികസിച്ച വക്ഷസ്, അസാധാരണമാംവിധം ഉയർന്ന നെറ്റിത്തടം, അസാധാരണമാംവിധം വിസ്തൃതമേറിയ മുഖം. അല്ലയോ പ്രഭോ, ഈ 3 അപൂർവ സവിശേഷതകൾക്ക് പുറമെ രാജത്വത്തിൻ്റെ പ്രത്യേക സവിശേഷതകളായ 32 അടയാളങ്ങൾ പ്രത്യേകമായും വളരെ വ്യക്തമായും കാണുവാനുണ്ട്.
അതുകൊണ്ട് അങ്ങയ്ക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ യാതൊരുവിധ ചാഞ്ചല്യവും വേണ്ടതില്ല. ഇത് രാജ്യം ഭരിക്കുക തന്നെ ചെയ്യും. സാർവഭൗമത്വത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിഞ്ഞു കാണുന്നതുകൊണ്ട് ചക്രവർത്തിയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏവം വിധമുള്ള പ്രവചനം കേട്ട് അതീവ സന്തുഷ്ടനായി തീർന്ന രാജാവ് അവർക്ക് അമൂല്യങ്ങളായ പാരിതോഷികങ്ങൾ നൽകിയ ശേഷം ശിശുവിൻ്റെ നാമകരണ കർമ്മവും കൂടി അവരുടെ കാർമ്മികത്വത്തിൽ തന്നെ നടത്തുവാൻ അപേക്ഷിച്ചു. അതനുസരിച്ച് യോഗീശ്വരന്മാർ രാജാവിനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: അല്ലയോ മഹാപ്രഭോ, അവിടുത്തെ പട്ടമഹിഷിയായ മഹാരാജ്ഞി ശിശുവിനെ മടിയിൽ വെച്ചുകൊണ്ട് അങ്ങയുടെ വാമഭാഗത്തിരിക്കണം. തലസ്ഥാന നഗരിയിലാകമാനം അത്യാഡംബരപൂർവമായ ഒരു മഹോത്സവമായി കൊണ്ടാടുവാൻ അവിടുന്ന് ആജ്ഞ കൊടുക്കണം. അതിനുശേഷം ഞങ്ങൾ ശിശുവിൻ്റെ നാമകരണ കർമ്മം ധർമാനുസാരം നിർവഹിക്കുന്നതാണ്. അതനുസരിച്ച് മന്ത്രിയുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതികമനീയമായി അലങ്കരിച്ചിരുന്ന കൊട്ടാരത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിരുന്ന രാജകീയ ആസനത്തിൽ പട്ടമഹർഷി ഉത്സംഗത്തിൽ ശിശുവിനെയും വഹിച്ചുകൊണ്ട് ഉപവിഷ്ടയായി. അടുത്ത് സജ്ജമായിരിക്കുന്ന സിംഹാസനത്തിൽ രാജാവും ഇരുന്നു. മംഗളവാദ്യങ്ങൾ സർവത്ര മുഴങ്ങി. ഗായകവൃന്ദം സ്തുതിഗാനങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തെ മുഖരിതമാക്കി. ഒരു ശുഭമുഹൂർത്തത്തിൽ വൈദിക ശ്രേഷ്ഠന്മാർ ശിശുവിന് ഹരദത്തൻ എന്ന് നാമകരണവും ചെയ്തു. രാജാവിനും രാജ്ഞിക്കും വേണ്ട പ്രജാസഞ്ചയത്തിനാകമാനം ആനന്ദമരുളിക്കൊണ്ട് ഹരദത്തൻ വളർന്നു. 9 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവൻ 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ മുതലായവ പൂർണ്ണമായി ഹൃദിസ്ഥമാക്കി. ആയോധന വിദ്യയിൽ അദ്വിതീയമായ വൈദഗ്ധ്യം നേടി. ചുരുങ്ങിയ കാലം കൊണ്ട് സകലകലാവല്ലഭൻ എന്ന് പേരാർജിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ രാജാവ് ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനം അനുസരിച്ച് ഹരദത്തൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ഒരു മാതൃകാ രാജാവെന്ന പേരാർജിച്ച് സർവജന സമാരാധ്യനായി പ്രശോഭിച്ചു. ഏവം വിധമുള്ള പ്രതാപ ഐശ്വര്യങ്ങളും ദിഗന്ധ കീർത്തികളും കൈവന്നിട്ടും ഹരദത്തന് മാനസികമായി യാതൊരു സ്വാസ്ഥ്യവും കൈവന്നില്ല. നേരെ മറിച്ച് ദിവസങ്ങൾ കടന്നു പോകുന്തോറും അദ്ദേഹം കൂടുതൽ കൂടുതൽ അസ്വസ്ഥനായി തീരുകയാണ് ചെയ്തത്. അദ്ദേഹം ഉത്കടമായ മനോഭാവത്തോടു കൂടി ചിന്തിച്ചു: ദേവജ്ഞന്മാർ പ്രവചിച്ച സാർവഭൗമത്വം വരെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടെന്ത് ഫലം? എൻ്റെ ജനയിതാക്കളോട് എനിക്കുള്ള പവിത്രമായ കർത്തവ്യം ഞാൻ നിർവഹിച്ചുവോ? ഇല്ല, തീർച്ചയായുമില്ല. കർത്തവ്യബോധമില്ലാത്തവൻ നടത്തുന്ന തപസ്സാകട്ടെ, ആരാധനയാകട്ടെ, പുണ്യ തീർത്ഥാടനങ്ങളാകട്ടെ കേവലം നിഷ്ഫലം. തങ്ങളുടെ പൂർവികന്മാരെ ഉദ്ദേശിച്ച് ആഡംബരത്തിനു വേണ്ടിയോ പ്രതാപത്തിനു വേണ്ടിയോ നടത്തുന്ന കർമ്മങ്ങൾ കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. അവരുടെ പിതൃക്കൾ ഒരിക്കലും നിത്യശാന്തി അടയുന്നതുമല്ല. ഏവം വിധമുള്ള ചിന്തകളാൽ പ്രേരിതനായി രാജാവ് പിതൃക്കളോടുള്ള തൻ്റെ കടമ നിർവഹിക്കുവാൻ പുണ്യഭൂമിയായ ഗയയിലേക്ക് തീർത്ഥാടനത്തിനായി പുറപ്പെടുകയും ചെയ്തു. ഫൽഗു നദിയിൽ സ്നാനം ചെയ്ത് പിതൃക്കൾക്കുള്ള ബലി മുതലായ കർമ്മങ്ങൾ നടത്തുവാനായി അദ്ദേഹം നദിയിൽ മുങ്ങി. തൽക്ഷണം നദിയുടെ അഗാധതയിൽ നിന്ന് ആകൃതിയിലും വലിപ്പത്തിലും തുലവും വ്യത്യസ്തമായ 3 കൈത്തണ്ടകൾ വിതർത്തിപ്പിടിച്ച കൈപ്പടങ്ങളുമായി പൊന്തി വന്നു. ഈ അവിചാരിതമായ കാഴ്ച രാജാവിനെ എന്തെന്നില്ലാതെ ചഞ്ചല മനസ്കനാക്കി. 3 വ്യത്യസ്ത വ്യക്തികളുടെ കരങ്ങൾ ബലിവസ്തുക്കൾ സ്വീകരിക്കാനായി ഉയർന്നു നിൽക്കുന്നു. അവരിൽ ആർക്കാണ് താൻ ബലിവസ്തുക്കൾ അർപ്പണം ചെയ്യേണ്ടത്? എത്ര ചിന്തിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ അദ്ദേഹം അന്ധാളിച്ച് നിലകൊണ്ടു. കഥ ഈ ഘട്ടത്തിലെത്തിയപ്പോൾ വേതാളം ചോദിച്ചു: അല്ലയോ പ്രഭു, ഈ 3 പേരിൽ ആർക്കാണ് ബലിയർപ്പിക്കുവാൻ രാജാവ് കടമപ്പെട്ടിരിക്കുന്നത്? സംശയമെന്ത്? ശ്മശാനത്തിലിരുന്ന ആ കള്ളന് തന്നെ. രാജാവ് മറുപടി പറഞ്ഞു. കാരണം? വേതാളം പെട്ടെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു: കന്യകയുടെ സന്താനോൽപാദനത്തിന് ഹേതുവായ ബ്രാഹ്മണ യുവാവിൻ്റെ ബീജം വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. രാജാവാണെങ്കിൽ ശിശുവിനെ 1000 സ്വർണ്ണ നാണയത്തോടുകൂടി വാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും ഹരദത്തനിൽ നിന്ന് ബലിവസ്തുക്കൾ അവകാശപ്പെടാൻ അർഹതയില്ല.
ഇത്രയും കേട്ട ഉടൻ വേതാളം സ്വയം ബന്ധനവിമുക്തനായി കാട്ടിലേക്ക് പലായനം ചെയ്തു. മുറുക്കുമരത്തിന്മേൽ തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ പതിവ് പോലെ പിന്തുടർന്ന് ചെന്ന് അവനെ ബന്ധിച്ചു കൊണ്ടുവരികയും ചെയ്തു. നന്ദി.